ഗോത്രവിഭാഗത്തിലെ പണിയ സമുദായത്തിൽ നിന്ന് ആദ്യത്തെ നഗരസഭാ അധ്യക്ഷനായി പി വിശ്വനാഥൻ. വയനാട് കൽപ്പറ്റ നഗരസഭാ ചെയർമാനായാണ് പി വിശ്വനാഥൻ ചുമതലയേറ്റത്. നാടൻപാട്ട് കലാകാരനായ വിശ്വനാഥൻ രണ്ടാം തവണയാണ് കൗൺസിലറായി വിജയിക്കുന്നത്. വയനാട്ടിൽ നിന്ന് ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഒരു ചരിത്ര നിമിഷമുണ്ടായി. ആ ചരിത്ര നിമിഷം പിറന്നത് വയനാട്ടിൽ ആദ്യമായി, ഇന്ത്യയിൽ തന്നെ ആദ്യമായി പണിയ വിഭാഗത്തിൽ നിന്ന് ഒരു പ്രസിഡന്റ്. വയനാട് വിശ്വനാഥൻ എന്ന് പറയുന്ന കൽപ്പറ്റ നഗരസഭയിലെ ചെയർമാനാണ് അദ്ദേഹം. രാജ്യത്ത് തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു നേട്ടം കൈവരിക്കുന്നത്. അപ്പം എന്താണ് ഇപ്പം ഈ ഒരു നിമിഷം തോന്നുന്നത്? വളരെ അഭിമാനമാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്ന്, അതും പണിയ വിഭാഗത്തിൽ നിന്ന്, പണിയരെന്ന് പറഞ്ഞാൽ പണിയെടുക്കാൻ വേണ്ടി മാത്രം ജനിക്കപ്പെട്ട ആളുകളായിട്ടാണ് പഴയകാലം മുതലേ അറിയപ്പെടുന്നത്. ആ ഒരു വിഭാഗത്തിൽ നിന്ന് ഒരാൾ, അതും വയനാടിൻ്റെ ആസ്ഥാനമായ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിക്കകത്ത് ഒരു ചെയർമാനായി മാറുന്നത് സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരു സംഭവമാണ്. അത് എൻ്റെ പേരിൽ തന്നെ ഒരു ചരിത്രം കുറിക്കപ്പെട്ടതിൽ വളരെയധികം അഭിമാനമുണ്ട്. ഇതിലെടുത്തു പറയേണ്ടതേ, അതായത് ഇത് ഏതെങ്കിലും സംവരണ സീറ്റോ ഒന്നുമല്ല, ജനറൽ സീറ്റാണ്. ആ ജനറൽ സീറ്റിൽ ആണ് താങ്കളിപ്പം വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞാൻ 2015-16 ആ ഒരു കാലത്ത് 20 വർഷക്കാലം വരെ കൽപ്പറ്റ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു, ഇതേ വാർഡിൽ നിന്ന്. അത് പിന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം എനിക്ക് വളരെ മുതൽക്കൂട്ടായി മാറി. അന്നത്തെ ആ ഒരു പ്രവർത്തനവും അന്നത്തെ ജനങ്ങളോടുള്ള സഹകരണവും ജനങ്ങൾ ഇങ്ങോട്ടുണ്ടായ സഹകരണവും വാർഡിലുള്ള പ്രവർത്തനവും, എനിക്ക് ആ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഈ ഒരു സ്ഥാനത്തേക്ക് എന്നെ എത്തിച്ചു തന്നെ. ഒരു വാർഡ് മെമ്പർ എന്നതിനപ്പുറത്ത് വലിയൊരു ഉത്തരവാദിത്വമാണ്. അപ്പം ആ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് കയറുമ്പോൾ എന്താണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ആദിവാസി ജനവിഭാഗം മുന്നോട്ട് വരണം. അതിന് ആദിവാസി ജനങ്ങൾ മാത്രം വിചാരിച്ചതുകൊണ്ട് കാര്യമായിട്ടില്ല. അവർ നന്നായി കാണണം എന്ന് ജനം മൊത്തം വിചാരിക്കണം. നല്ലൊരു സമൂഹം അതിനായിട്ട് തയ്യാറാവണം. പല രീതിയിലും ആദിവാസികൾ ഇപ്പോഴും ചൂഷണപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ അപേക്ഷ എഴുതി കൊടുക്കാൻ പോലും ആദിവാസികൾക്ക് ഇപ്പോഴും അറിയാത്തൊരു അവസ്ഥയുണ്ട്. എഴുതാൻ അറിയാം, പക്ഷെ അത് എങ്ങനെ എഴുതണം എന്നതറിയില്ല. അപ്പോൾ അത്തരമൊരു മേജോറിറ്റിയിലേക്ക് ആദിവാസികൾ വരണം എന്നുള്ളൊരു സ്വപ്നമാണ് നിലവിലുള്ളത്. മറ്റ് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് താങ്കളുടെ ഈ കാലയളവിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന, മറ്റ് കണ്ടുപരിചയിച്ച അല്ലെങ്കിൽ ഇതിലൊരു മാറ്റം വരണം എന്നാഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു പദ്ധതിയുണ്ടോ? സർക്കാർ ഇങ്ങനെ എല്ലാ വർഷങ്ങളും പദ്ധതികൾക്കനുസരിച്ച് ഫണ്ട് വിഹിതം കൊടുക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത് താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല, ആദിവാസികളിലേക്ക് എത്തുന്നില്ല. അതിനൊരു മാറ്റം വരണം. എന്തായാലും അപ്പം വിശ്വനാഥനും കുടുംബവുമാണ് അപ്പോൾ നമുക്കൊപ്പം ചേർന്നിട്ടുള്ളത്. എന്തായാലും അവർ വലിയ ഹാപ്പിയാണ്, വലിയ സന്തോഷത്തിലാണ്. മാത്രമല്ല, ആദിവാസി മേഖലയിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുത്തണം എന്ന അതിയായ ആഗ്രഹമുണ്ട്. അതിനുള്ള പരിശ്രമങ്ങളായിരിക്കും ഇനി അങ്ങോട്ടുള്ള കാലയളവ്. മനു ദാമോദരനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.